പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിനി വാർത്തകളിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോവാണ്. നമ്മുടെ ജെയ്സൺ ചേട്ടൻ ഇന്ന് തൃശ്ശൂരിൽ രാവിലെ ഞെട്ടിച്ചൊരു വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് തൃശ്ശൂരിൽ എന്തായിരുന്നു? ഞാൻ വിചാരിച്ചു ഞാൻ വരുമ്പോഴത്തേക്ക് ആ വാർത്തയിലായിരിക്കുമെന്ന്. വളരെ അതിഭയങ്കരമായ ദുരന്തം സംഭവിക്കേണ്ടതാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ 6:30 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഒരു താഴെ റെയിൽവേ ലൈനിന്റെ ഒരു തീപ്പൊരി താഴേക്ക് വീണു. ഒരു സ്കൂട്ടർ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗിൽ റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗിൽ ഒരു തീപ്പൊരി വീണു. ആ തീപ്പൊരി ഒരു തീഗോളമായി മാറി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്. വലിയ നാശനഷ്ടം ഉണ്ടായി കാണുമല്ലോ. 500-ലധികം ബൈക്കുകൾ കത്തിപ്പോയി. 500-ലധികം ബൈക്കുകളുടെ പെട്രോൾ ടാങ്കുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുകയാണ്. എന്താ ഈ സ്പാർക്കിന് കാരണം എന്താ? ആ സ്പാർക്കിന് കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്തിയില്ല. പക്ഷെ സ്പാർക്കാണ് കാരണം എന്ന ദൃക്സാക്ഷികൾ ആദ്യം തീ അണയ്ക്കാൻ ശ്രമിച്ചു. ഇലക്ട്രിക് ലൈൻ വല്ലതും പാസ് ചെയ്യുന്നുണ്ട്? അതെ, ഇതിന്റെ ട്രെയിൻ പോകുന്നതിന്റെ ഇലക്ട്രിക് ലൈനിന് താഴെ വന്നതാണ്. അതിന് തൊട്ട് ഏകദേശം 100 മീറ്റർ അപ്പുറത്താണ് രണ്ടാം പ്ലാറ്റ്ഫോം. അവിടെ ട്രെയിനുകൾ വരുന്നു. ഇതൊക്കെ നിൽക്കുന്നതിന്റെ ഇടയിൽ 100 മീറ്റർ അപ്പുറത്ത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ. പക്ഷേ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 500-ലധികം ബൈക്കുകൾ കത്തിപ്പോകുന്നു. 1000-ലധികം ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പല സ്ഥലങ്ങളിലും വലിയ സ്റ്റേഷനല്ലേ? വലിയ സ്റ്റേഷനാണ്. അതിൽ ഒരു രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണം ഉണ്ടായിട്ടില്ല. DGP വന്ന് പരിശോധിച്ചു. അതിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെയിൽവേ അന്വേഷണം നടത്തുന്നുണ്ട്. സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഇത് മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ ഇത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ വിശദമായ പരിശോധന ഇപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഇത്തരത്തിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിലൊക്കെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും അപാകതകൾ കണ്ടെത്തിയിട്ടുണ്ട്.